ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് എനിക്കൊരു കവർ നിറയെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 പർദ്ദോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പർദ്ദകളാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ടോപ്പ് പോലെ ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ടാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. 5 പർദ്ദയാണുള്ളത്. അപ്പോൾ എന്തായാലും അത് വെച്ചിട്ടുള്ള വീഡിയോസാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിത് 2 സെക്ഷനായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക, കാരണം ലോങ് വീഡിയോ ആവുമല്ലോ. അപ്പോൾ 2 ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പിൻ്റെ മോഡൽസ് ഞാൻ 2 വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു അബായ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നേർത്തിയിട്ട് കൊടുക്കാം. നേർത്തിയിട്ട് ഇത് അത്യാവശ്യം ഷേപ്പ് ചെയ്തിട്ടുള്ള അബായാണ് കേട്ടോ. തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ കുറച്ച് അധികം ഉണ്ട്. നമുക്കുള്ള അളവ് ഒരു XXL വരുന്ന സൈസാണ്. അപ്പോൾ അത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് കണ്ട ഷേപ്പ് ചെയ്താലും തയ്യൽ തുമ്പ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റാക്കിയിട്ട് നിർത്തിയിട്ടിട്ട് ഒന്ന് നടുമടക്കിയെടുക്കാം. ഇതിൻ്റെ നെക്ക് ഭാഗം എടുക്കണില്ല കേട്ടോ, കട്ട് ചെയ്ത് കളയാണ്. അതിൻ്റെ താഴ്ഭാഗം മുതൽ, നെക്കിൻ്റെ തൊട്ട് താഴെ മുതലാണ് നമ്മളിതിനെടുക്കണത്. ഇപ്പം ഞാൻ അതിൽ സ്റ്റിച്ചിങ് ഒന്നും അഴിച്ചെടുക്കണില്ല. ഇപ്പോൾ അളവ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ തയ്യൽ തുമ്പൊക്കെ ഒന്ന് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചുളിവൊന്നും ഇല്ലാതെ എല്ലാ ഭാഗവും നിർത്തിയിടുക. താഴ്ഭാഗം അത്യാവശ്യം നന്നായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ഇഞ്ചോളം മടക്കി അടിച്ച പർദ്ദയാണിത്. അപ്പോൾ അതൊക്കെ നമുക്ക് ടോപ്പിൻ്റെ അളവ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അഴിച്ചെടുക്കാം. ഇനി അളവ് ഡ്രസ്സ് നമുക്ക് കറക്റ്റ് നീറ്റാക്കി എടുത്തതിന് ശേഷം മടക്കി അളവ് വെക്കുമ്പോൾ ഫ്രണ്ട് മേലെ വെച്ച് കൊടുക്കാം. കാണുന്ന രീതിയിൽ മടക്കിയിട്ട് നല്ല നീറ്റാക്കിയിട്ട് ചുളിവൊന്നുമില്ലാതെ സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. കഴുത്തൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് 3 ഇഞ്ച് വിടുത്ത് വരുന്ന രീതിയിൽ തന്നെ കഴുത്തൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ കൈ ഇറങ്ങിക്കിടക്കും. എന്നിട്ട് നമ്മൾ അളവിൻ്റെ അതേ അളവിൽ നമ്മൾ ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തി നെക്കൊക്കെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. വരച്ചെടുക്കുക. ഷേപ്പിൻ്റെ അവിടെ വരുമ്പോൾ ഒരു ഇഞ്ചോളം നമുക്കൊന്ന് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഭാഗത്ത് കൂടെ പർദ്ദയുടെ സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം അഴിച്ചെടുക്കുക. അതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണല്ലോ. നമ്മൾ സ്ലിറ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുത്ത് ലെങ്ത്ത് 2 ഇഞ്ച് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ലെങ്ത്ത് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ പഴയ അബായകളൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് എടുത്തൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. ഒരു നല്ല കറക്റ്റായിട്ടുള്ള അളവുള്ള ഒരു ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു ടോപ്പ് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അളവൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഫ്രണ്ടിനൊക്കെ ഒന്ന് അളവ് എടുത്ത് വരച്ച് എടുക്കുക. ഫ്രണ്ടിനൊക്കെ 5 ഇഞ്ചാണ്, 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയാൽ 5 ഇഞ്ച് നെക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. പർദ്ദ തുണിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴിയൊക്കെ നമ്മൾ അളവിൻ്റെ അതേ ഇത് വെച്ചിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിൽ കൂടെ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല, എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഈ ബ്ലാക്കിന് മാച്ച് ചെയ്യുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വെട്ടുകഷ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇതൊരു വെട്ടുകഷ്ണമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല മെറ്റീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അത്. അപ്പോൾ അത് നമുക്ക് സെൻറ്റർ മടക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നെക്ക് ഫ്രണ്ട് നെക്ക് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അബായയിൽ നെക്ക് കട്ട് ചെയ്യുമായിരുന്നത്.
ഇനി നെക്കിൻ്റെ വിടുത്ത് 3 ഇഞ്ചും അതുപോലെ തന്നെ 5 ഇഞ്ച് ഇറക്കവും കൂടി അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 12.5 ഇഞ്ച് നീളം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5.5 ഇഞ്ച് വീതിയുമാണ് നമ്മൾ ഈ മെറ്റീരിയലിന് എടുക്കാൻ പോകുന്നത് കേട്ടോ. സ്ക്വയർ പീസായിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കഴുത്തൊന്ന് വെട്ടി കൊടുക്കുക. സ്ക്വയർ ആയതുകൊണ്ട് എവിടെയെങ്കിലും എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസ് നമ്മൾ നെക്കിൽ വെച്ചിട്ട് മറിച്ചെടുക്കുക. ഇനി ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്ക് ഈ ഒരു പട്ട പോലെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ അറ്റഭാഗത്തേക്കും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് വെക്കുക. അപ്പോൾ ഒരു 3.5-4 ഇഞ്ച് വീതിയുള്ളൊരു പട്ട താഴ്ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് അഴിക്കാനുണ്ട്. ടോപ്പിൻ്റെ പർദ്ദയുടെ അടിഭാഗത്തെ 1.5 ഇഞ്ചോളം സ്റ്റിച്ച് അഴിക്കാനുണ്ട്. അപ്പോൾ അഴിച്ചതിന് ശേഷം വല്ല ഐഡിയ മാറ്റമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പിന്നെ ഇനി നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ പർദ്ദയുടെ കൈ തന്നെ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കൈ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്ങിൻ്റെ ഇത്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം. സ്റ്റിച്ചിങ് ഞാൻ കാണിക്കണില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഒരു പഴയ അബായെന്നാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കൈമലൊക്കെ ഇതുപോലെ പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു, ബൈ.